ഇന്നലെ തന്ന പ്രോബ്ലം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ ഒന്നുകൂടെ പറയണം. നമ്മളിതുവരെ ഇതൊക്കെ പഠിച്ചത് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് പഠിച്ചു. അത് നല്ല തറവായിരിക്കണം. പിന്നെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ആൻഡ് റിസർവ്സ് പഠിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസിൻ്റെ റിസർവും അതെങ്ങനെ ചെയ്യാമെന്നാണ് നോക്കണം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, നോക്കാം. അതിൻ്റെ ബാലൻസ് ഷീറ്റ് ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഈ റിസർവ് എവിടെ കാണും? നമ്മുടെ ഈ ക്വസ്റ്റ്യൻ, ഈ ജനറൽ റിസർവ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ദ എമൗണ്ട് സെറ്റ് അസൈഡ് ഫ്രം പ്രോഫിറ്റ് പീരിയോഡിക്കലി ഈസ് കോൾഡ് റിസർവ് അല്ലെങ്കിൽ ജനറൽ റിസർവ്. അത് ലയബിലിറ്റി സൈഡിൽ കാണും. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എവിടെ കാണും? അതെപ്പോഴും ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ്. പ്രോഫിറ്റ് ആണെങ്കിൽ അത് ലയബിലിറ്റി സൈഡിൽ കാണും. കാരണം ഈ പ്രോഫിറ്റ് മേക്ക് ചെയ്തതിന് ശേഷം പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും കൊടുക്കേണ്ട എമൗണ്ട് കൊടുത്തില്ലെങ്കിൽ അത് എവിടെ കാണിക്കും? അത് നമ്മുടെ ബാധ്യതയാണ്. അത് ലയബിലിറ്റി സൈഡിൽ കാണിക്കും. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് പറഞ്ഞ് ക്വസ്റ്റ്യനിൽ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ് കിടക്കുകയാണെങ്കിൽ അത് പ്രോഫിറ്റ് അക്യുമുലേറ്റഡ് എന്നാണ് അർത്ഥം. ഇനി ലോസ് ആണെങ്കിലോ അൺഡിസ്ട്രിബ്യൂട്ടഡ് അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എപ്പോഴും ലയബിലിറ്റി സൈഡിലാണ്, അസറ്റ് സൈഡിലാണ് കാണിക്കാറ്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കും. ഇത് മനസ്സിലായല്ലോ? ഇത് വേണമെങ്കിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടോ ബാലൻസ് ഷീറ്റിൻ്റെ ഏത് സൈഡിലാണ് ഈ ഐറ്റംസ് വരിക എന്നുള്ളത്. അപ്പോൾ അസറ്റ് സൈഡിലാണെങ്കിൽ എപ്പോഴും അത് ലോസ് ആയിരിക്കും. ലയബിലിറ്റി സൈഡിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ നടക്കണമെങ്കിൽ അത് പ്രോഫിറ്റ് ആയിരിക്കും. റിസർവ് എപ്പോഴും ലയബിലിറ്റി സൈഡിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, അടുത്തത് ക്യാപിറ്റൽ അക്കൗണ്ട് ഒന്ന് നോക്കാം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ഈ ഐറ്റംസ് എവിടെയാണ് വരുന്നത് നോക്കാം. നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ പ്രൊഫോം പഠിപ്പിച്ചപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് കൂട്ടുന്നതെല്ലാം അവരുടെ ക്രെഡിറ്റ് സൈഡിൽ വരും, ബാലൻസ് കുറയ്ക്കുന്നതെല്ലാം അവരുടെ ഡെബിറ്റ് സൈഡിലായിരിക്കും വരുന്നത്. അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ പ്രൊഫോം നമ്മൾ ഓർത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ബാലൻസ് ബ്രോ ഡൗൺ ക്രെഡിറ്റ് സൈഡിൽ ഏതൊക്കെ വരും? ബാലൻസ് ബ്രോ ഡൗൺ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസിന് ബാലൻസ് ബ്രോ ഡൗൺ, സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ഷെയർ ഓഫ് പ്രോഫിറ്റ് അല്ലേ. അവരുടെ ബാലൻസ് കൂട്ടുന്ന എമൗണ്ട്സ് എല്ലാം ക്രെഡിറ്റ് സൈഡിൽ വരും. ഇനി ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെ വരും? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഡെബിറ്റ് സൈഡ് വരിക. അപ്പോൾ അതുപോലെ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് ആണെങ്കിൽ ഇവരുടെ ബാലൻസ് കൂട്ടുന്നതാണ്. ഇവർ കിട്ടുന്ന എമൗണ്ടിൽ ഇവരുടെ ഗെയിനാണ് പാർട്ട്നേഴ്സിൻ്റെ. ആ ഗെയിൻ എമൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഡിവൈഡ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് നമ്മൾ ആ പ്രോഫിറ്റിനെ ക്രെഡിറ്റ് സൈഡിൽ ഡിവൈഡ് ചെയ്യും. റിസർവ് അതുപോലെ ഇവരുടെ എമൗണ്ട് കൂട്ടുന്നതാണ്, ഇവർ കിട്ടുന്ന പൈസയാണ്. അപ്പോൾ അതും ക്രെഡിറ്റ് സൈഡിൽ ഡിവൈഡ് ചെയ്യും. ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. അത് രണ്ടും. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് അസറ്റ് സൈഡിൽ കാണിക്കുന്ന ലോസ് ആണെങ്കിലോ, ലോസ് ഇവർക്ക് നഷ്ടമാണ്, ഇവരുടെ അക്കൗണ്ട് ബാലൻസ് കുറയ്ക്കുന്ന ഐറ്റമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മളതിനെ ഓൾഡ് റേഷ്യോയിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അത്രയും മനസ്സിലായല്ലോ? ഇതും വേണമെങ്കിൽ നോട്ടിൽ വരച്ചെടുത്തോളൂ കേട്ടോ. ഇനി ജേണൽ എൻട്രി നിന്ന് എങ്ങനെ എടുക്കും? നമുക്കറിയാം അക്കൗണ്ടും ജേണൽ എൻട്രി എടുക്കാൻ. ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് അത് ആദ്യം പറയണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഇനി റിസർവ് ആണെങ്കിൽ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ കിടക്കുന്ന ഐറ്റംസിനെ എങ്ങനെ പറയും? ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അങ്ങനെയാണ് ജേണൽ എൻട്രി. നമ്മളത് നോട്ടിൽ എഴുതിയിട്ടുണ്ട്. ജേണൽ എൻട്രി നോട്ടിൽ എഴുതിയിട്ടില്ലേ? ഇതുപോലെ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കിടക്കുന്ന റിസർവിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് റിസർവ് അക്കൗണ്ട് ഡെറ്റർ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആണെങ്കിൽ അതും ക്രെഡിറ്റ് സൈഡിൽ കിടക്കുന്ന ഐറ്റമാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വരും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി അക്യുമുലേറ്റഡ് ലോസ് ആണെങ്കിലോ അത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റമുണ്ട്. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതെല്ലാം ഓൾഡ് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രോബ്ലം നോക്കാം.